ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. വിഷ് യു ഓൾ ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ഇങ്ങ് അടുത്തുമല്ലേ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്രിസ്മസ് സ്പെഷ്യൽ ബീഫ് കട്ട്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് 1 കിലോ ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കറിക്ക് അരിയുന്നത് പോലെ തീരെ ചെറുതാക്കിയല്ല, കുറച്ചൊരു വലുപ്പത്തിലാണ് ബീഫ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി 2 മീഡിയം സൈസ് പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി സ്പൈസസ് 5 ഏലക്ക, 5 ഗ്രാമ്പു, 3-4 കഷ്ണം കറുവപ്പട്ട, ഒരു ബേ ലീഫ് എല്ലാം എടുത്ത് വയ്ക്കാം. ഇനി ഒരു വലിയ സവാളയും ഒരു ചെറിയ സവാളയും തൊലി കളഞ്ഞെടുത്ത് വയ്ക്കാം. 2 കഷ്ണം ഇഞ്ചി, 8 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറി ലീവ്സും കുറച്ച് മല്ലിയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയാണ് നമുക്ക് കട്ട്ലേറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി കഴുകിയെടുത്ത ബീഫിലോട്ട് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1-2 ചെറിയ ബേ ലീഫ്, പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്പൈസസും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ പെപ്പർ പൗഡർ അല്ലെങ്കിൽ കുരുമുളക് 1/4 ടീസ്പൂൺ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 8 പച്ചമുളകിൽ നിന്ന് 4 എണ്ണം അരിഞ്ഞ് നമുക്ക് ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറി ലീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ച 4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇതൊന്ന് ചതച്ച് നമുക്ക് ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കൈകൊണ്ട് നല്ല പോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്കൊരു 8-9 വിസിലിനൊന്ന് വേവിച്ചെടുക്കാം. ബീഫ് നല്ലപോലെ വെന്ത് കിട്ടണം. ഓരോ കുക്കറിൻ്റെയും രീതിക്കനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ മാറ്റം വരാം. ഇനി നമ്മളെടുത്ത് വെച്ച സവാള ഒന്ന് ചോപ്പ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും 4 പച്ചമുളകും ഒരു മിനിറ്റ് ചോപ്പ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ചോപ്പ് ചെയ്ത്, സവാള ചോപ്പ് ചെയ്തു, കുറച്ച് കറി ലീഫ്, മല്ലിയില എല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങി വെച്ച പൊട്ടറ്റോ 2 എണ്ണം നല്ലപോലെ തൊലി കളഞ്ഞൊന്ന് സ്മാഷ് ചെയ്ത് വെക്കാം. എട്ട് വിസിലിന് ശേഷം നമ്മൾ പ്രഷർ കളഞ്ഞ് ബീഫ് തുറന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി പാകത്തിനായിട്ട് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ഒത്തിരി അങ്ങ് കുഴമ്പ് പോലെ ആക്കരുത്, നല്ലപോലെ ഒന്ന് ചതച്ചതുപോലെ നമുക്കൊന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ട് ആ ബീഫെല്ലാം മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്ക് വെളിച്ചെണ്ണ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാളയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം പോയി നല്ലപോലെ വഴന്ന് വരുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച കറി ലീഫും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയുടെ നിറം ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറി വരുന്നത് വരെ നമ്മൾ നല്ലപോലെ ഇതൊന്ന് ചെറിയ തീയിലിട്ട് വഴറ്റി കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി നല്ലപോലെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കാം. സവാളയും പച്ചമുളകും ഇഞ്ചിയും കറി ലീഫും നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നല്ലപോലെ ഒന്ന് ചെറിയ തീയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഉടച്ചു വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ബീഫും മസാലയും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കണം. ബീഫിലുള്ള വെള്ളാംശമൊക്കെ ഒന്ന് പറ്റി പോകുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉടച്ചു വെച്ച പൊട്ടറ്റോയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പൊട്ടറ്റോ, ബീഫ്, മല്ലിയില എല്ലാം കൂടി നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് എടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് മൈദ എടുത്ത് വയ്ക്കണം. കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. പിന്നെ നമുക്ക് 3 കോഴിമുട്ട ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഒരു ഹാൻഡ് ബീറ്റർ കൊണ്ട് നല്ലപോലെ ഒന്ന് എഗ്ഗ് ബീറ്റ് ചെയ്ത് വെക്കാം. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് എഗ്ഗ് ബീറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഇനി ഇത് തണുത്തതിന് ശേഷം നല്ലപോലെ കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ ഓവൽ ഷേപ്പിലാണ് കട്ട്ലറ്റിന് പരത്തിയെടുക്കുന്നത്. നമുക്കിതെല്ലാം ഇതുപോലെ പരത്തി എടുക്കാം. ഇപ്പോൾ നമ്മൾ ബീഫെല്ലാം ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം മൈദയിലൊന്ന് ഡിപ്പ് ചെയ്യുക. പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് ചെറിയ തീയിൽ തിരിച്ച് മറിച്ചിട്ട് പൊരിച്ചെടുക്കാം. ഒത്തിരി വെളിച്ചെണ്ണയിലിട്ട് നമ്മൾ പൊരിക്കുന്നില്ല, അപ്പോൾ ഒരുപാട് എണ്ണ കുടിക്കും. വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് തിരിച്ച് മറിച്ചിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുത്താൽ മതി. അങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ ബീഫ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് കട്ട്ലേറ്റ് ആണ്. അപ്പൊ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.